തുറക്കാൻ ഇത്ര താമസം എന്ത് തുറക്കാൻ? എവിടെ നിങ്ങൾ ആളിനെ വിളിക്ക്, നിങ്ങൾ മാനേജറെ എവിടെ വിളിക്കേ? നിങ്ങൾക്ക് മാനേജറൊന്നും ഇല്ലേ? എന്നാ പുറത്തിറങ്ങ്, എല്ലാവരും പുറത്തിറങ്ങ്, പുറത്തിറങ്ങ് എല്ലാവരും. ഇല്ലെങ്കിൽ ഞാൻ പൂട്ടി താക്കോലെടുക്കുക, പുറത്തിറങ്ങ്. ഞങ്ങൾക്ക് തരുന്ന ഒരു വാക്ക് പിന്നെ നിങ്ങൾ കാണിക്കുന്ന വേറൊരു വാക്ക്. ഇറങ്ങ്, എല്ലാവരും ഇറങ്ങ്, വെളിയിൽ ഇറങ്ങ്. ഒരാൾ പോലും അതിൻ്റെ അകത്ത് കാണരുത്, ഇറങ്ങ്. നിങ്ങൾ അടുപ്പൊക്കെ ഓഫ് ചെയ്തോ? ഇറങ്ങ് ഇറങ്ങ്. ഞങ്ങളിലാണ് കളിക്കുന്നത്. നമുക്ക് തന്ന വാക്ക് എന്താണ്? നിങ്ങൾ പറഞ്ഞത് ഫുഡ് ഉണ്ടാക്കൂല, പിന്നെ ഗോഡൗൺ മാത്രമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ അന്ന് ഒരു താക്കീത് തന്നിട്ട് നിർത്തിയത്. ഈ നിലവിലുള്ള വിഷയം പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താണ് കാണിച്ചത്? വീണ്ടും ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന നമ്മളൊരുമാതിരി മോശക്കാരാക്കുന്ന രീതി. കോർപ്പറേഷന് നാട്ടുകാരുടെ പ്രശ്നം പരിഹരിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞല്ലേ? നോക്കട്ടെ, അപ്പുറത്ത് നോക്കട്ടെ. ഇറങ്ങി ഇറങ്ങി, എല്ലാവരും ഇറങ്ങി. ഇത് പൂട്ടിയെന്നാണോ അവർ പറഞ്ഞത്? ഹലോ, കിച്ചൺ മാറണ്ട, ഞാനിത് പൂട്ടിക്കുന്നു. ഇനി നിങ്ങളുടെ സംസാരമൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല. നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല. ഇനി ഇവിടെ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഞാനിത് പൂട്ടും. നിങ്ങളുടെ സ്റ്റാഫിനെയൊക്കെ ഇറങ്ങാൻ പറഞ്ഞോ, ഇറങ്ങാൻ പറഞ്ഞോ, എല്ലാവരും ഇറങ്ങാൻ പറഞ്ഞോ. മാനേജറാണ് വിളിച്ചത്. ഞങ്ങളോട് പറഞ്ഞത് ഇത് ഇനി പിന്നെ ഗോഡൗൺ ആയിട്ട് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു സ്ഥാപനമില്ലേ, നമുക്ക് പെട്ടെന്ന് പൂട്ടാൻ പറ്റില്ലല്ലോ. 2 ആഴ്ചയായി പറഞ്ഞിട്ട്. ഞങ്ങൾ ഇനി സ്ഥാപനത്തെ പൂട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ഞാൻ ആഴ്ചയിലൊക്കെ വന്ന് കാണുന്നതാണ്, ഇവർക്ക് താക്കീത് കൊടുക്കുന്നതാണ്. അല്ല, ഞങ്ങളടുത്ത് പറഞ്ഞല്ലോ. ഞങ്ങളുടെ പറഞ്ഞോട്ടെ, ഇതൊരു സ്ഥാപനമാണ്. നമുക്ക് കയറി ഒരുപാട് എല്ലാ ദിവസവും ഒന്നും ചെയ്യാൻ പറ്റില്ല സഹോദര. അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാണുന്നതാണ്. ഞങ്ങളടുത്ത് അതെ ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞ വാക്ക് ഗോഡൌൺ എന്നാണ്. ഞാൻ പറഞ്ഞോട്ടെ ഈ വിഷയം ഞങ്ങൾ കണ്ടത് കൊണ്ടാണ്. ഇവിടെ എന്നോടൊപ്പമുള്ള പലർക്കും അറിയാം ഈ വിഷയം. ഞങ്ങൾ വന്ന് കാണുന്നു. എയർപോർട്ട് ഹെൽത്ത് ഞങ്ങളുടെ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട ആളിനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഞങ്ങൾ താക്കീത് കൊടുത്തു. 1 മാസത്തിനകം ഇത് മൊത്തം മാറ്റിയതിന് ശേഷമേ വെളിയിലിറങ്ങും. നിങ്ങൾ എല്ലാവരും വെളിയിറങ്ങും. പിന്നീട് എന്താണെന്ന് തീരുമാനിക്കാം. ഇറങ്ങിക്കോ, ഓഫ് ചെയ്തിട്ട് വെളിയിറങ്ങിക്കോ. ഇത് നിങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതാണോ? അതിന്റെ സ്റ്റാഫ് മാത്രം നിന്നോട്ടെ. എനിക്ക് തോന്നുന്നു അതിന്റെ സ്റ്റാഫ് മാത്രം നിന്നോട്ടെ. അല്ല, ഇന്ന് ഇവരുണ്ടാക്കിയത് നമുക്കൊരു മാനുഷിക പരിഗണന അല്ല. ഒരു സെക്കൻഡ്, നമുക്കൊരു മാനുഷിക പരിഗണന. ഇവർ ഇന്ന് ഉണ്ടാക്കിയത് മാത്രം ഇവിടെ വെച്ച് പാക്ക് ചെയ്ത് നിർത്തുക. എന്നിട്ട് നിങ്ങൾ പുറത്തോട്ട് വന്നു കേട്ടോ. ഉണ്ടാക്കിയിട്ട് അതെ അതെ അതെ, നിലവിലുണ്ടാക്കി. ഇനി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇത് ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങൾ കളയാൻ പാടില്ലല്ലോ. അതെ അതെ, എന്നിട്ട് വന്നോ. ബേക്കറിയല്ലേ ഉള്ള കിച്ചൺ ഇല്ലല്ലോ. ബേക്കറിയല്ലേ ഉള്ള കിച്ചൺ എന്ന് പറഞ്ഞാൽ 6000 പേർക്ക് ഭക്ഷണം ചെയ്തുകൊണ്ട് പോയാൽ അത് നിർത്തി. ഇവിടെ 6000 പേർക്ക് ഭക്ഷണം അവിടെ നിന്നാണ് ഉണ്ടായിട്ടുണ്ട്. അത് നിർത്തലാക്കി. അതൊന്ന് 3 ദിവസമായി. അത് ബ്ലോക്ക് ചെയ്താൽ പോരെ? ഗോഡൌണിൽ നിന്ന് പൂട്ടിയത്. നിങ്ങൾ പറയണ മാത്രം കേട്ടോണ്ടിരുന്നാൽ മതി. സംവിധാനം എന്താണെന്ന് നോക്കിയതിന് ശേഷം ബേക്കറി പ്രവർത്തിക്കണോ ഗോഡൌൺ പ്രവർത്തിക്കണോ എന്നൊക്കെ നാട്ടുകാരുടെ എതിർപ്പ് വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ നിങ്ങൾ യൂണിയൻകാർ മാത്രം ഒരു സൈഡ് ഇത്ര നാട്ടുകാർ വെളിയിൽ നിൽക്കുമ്പോൾ ഞാൻ എന്ത് തീരുമാനം എടുക്കണം? എനിക്ക് നാട്ടുകാരോടൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ. ഗോഡൌൺ ഞങ്ങൾ പൂട്ടിയില്ലല്ലോ. ഗോഡൌൺ പൂട്ടിയില്ല. ഞാൻ താക്കോലിട്ട് പൂട്ടിയത് കണ്ട. കൗൺസിലർ എന്ത് പ്രതിഷേധമായാലും ഗോഡൌണും അതുമായിട്ട് ബന്ധമില്ല. കൗൺസിലർ പറഞ്ഞെങ്കിൽ പൂട്ടിക്കോ. നിങ്ങളുടെ അമർഷം ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെ അമർഷം മനസ്സിലാവും. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇവിടെ വന്ന് താക്കീത് കൊടുത്തു. മേലിൽ ഇത് പ്രവർത്തിക്കരുത്. നിങ്ങൾ ഈ ദുരിതം ഞങ്ങൾക്ക് റോഡിൽ പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറയും. അത് നിങ്ങളുടെ ഇഷ്ടം. അത് നിങ്ങളുടെ ഇഷ്ടം. കിച്ചൺ പൂട്ടിയിട്ട് പറയട്ടെ, അവരും പറയട്ടെ. കൗൺസിലർ കിച്ചൺ പൂട്ടി ഒരു പണി തുടങ്ങി. ഞാൻ പറഞ്ഞ കേക്ക് നിങ്ങള് അതവിടെ കൗൺസിലർ കിച്ചൺ നിങ്ങൾ പൂട്ടിക്കോളി. ന്യായം.
അതിന് പരിഹാരം ഉണ്ടാക്കുക. ഗോഡൗൺ പൂട്ടിയത് ശരിയായില്ല, അതാണ് എന്റെ അഭിപ്രായം. ഒരു വിഷയം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ, എല്ലാവർക്കും മറുപടി തരേണ്ട ആവശ്യം എനിക്കില്ല. യൂണിയൻ നേതാവ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളെടുത്ത് പറയാം. ഞങ്ങൾ കിച്ചൺ മാത്രമേ പൂട്ടുന്നുള്ളൂ. നിങ്ങൾ പറയട്ടെ, ഗോഡൗൺ പൂട്ടാൻ പറഞ്ഞില്ല. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണം? ഗോഡൗൺ പൂട്ടാനല്ലല്ലോ നമ്മൾ വന്നത്. പൂട്ടാൻ പറഞ്ഞ എന്താണ്? ഇവിടെ ദുരിതം ഉണ്ടാക്കുന്ന എന്ത് സ്ഥാപനമാണ്? ദുരിതം. ഞാൻ പറഞ്ഞോട്ടെ, 3 ദിവസമായി അവർ വേസ്റ്റ് വെളിയിലിട്ടേക്കുന്നു. വന്നാൽ ഞാൻ തെളിവ് തരാം. അവരെ വേസ്റ്റ് നഗരസഭയിലല്ല കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അല്ലെന്ന് നഗരസഭ. നിങ്ങൾ എന്തിനാണ് ഇത്ര രോഷം കൊള്ളണം? എന്തിനാണ്? ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഞങ്ങള് പ്രശ്നം ഉണ്ടാക്കിയില്ല. നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ജനപ്രതിനിധി ഇടപെടും. നിങ്ങളെ ഗോഡൗൺ ഞാൻ പറയട്ടെ, എന്തിനാണ് ഇങ്ങനെ രോഷം കൊള്ളണം? എന്തിനാണ്? ഞാനൊരു ജനപ്രതിനിധിയല്ലേ? ഞാൻ നിങ്ങളുടെ കൗൺസിലർ അല്ലേ? ഞാൻ നിങ്ങളുടെ കൗൺസിലർ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ കേക്ക്. ആര് പൊട്ടരുത്? ഞാൻ പറയട്ടെ, ഞാൻ പറയണ നിങ്ങളൊന്ന് കേക്ക്. ഒരു തെറ്റിദ്ധാരണ പറഞ്ഞു ചെയ്താ. അവര് കിച്ചൺ മാത്രമാണ് കൂട്ടാൻ പറഞ്ഞത്, ഗോഡൗൺ കൂട്ടാൻ പറഞ്ഞില്ല. നമ്മളൊക്കെ തൊഴിലാളികളല്ലേ? എന്നിട്ട് ഇവിടെ വന്ന് ഞങ്ങളെല്ലാം പോയി നമ്മളൊക്കെ തൊഴിലാളികളല്ലേ? എവിടെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞ നിങ്ങൾ കേക്ക്. ഇത് ചാനലാണ്, ലൈവായിട്ട് പോകുന്ന സംഭവമാണ്. നിങ്ങൾക്ക് ഷോ കാണിക്കാനോ എനിക്ക് ഷോ കാണിക്കാനുള്ള വേദി അല്ല ഇത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ കുറെ മാസങ്ങളായിട്ട് ഈ പ്രശ്നമുള്ള നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം എന്നുള്ളതാണ്. ഈ നമ്മളാരും ഈ പരിസരത്ത് താമസിക്കുന്നവരല്ല. നമ്മളാരും പറയട്ടെ, ഈ പരിസരത്ത് ദുരിതം അനുഭവിക്കുന്നവരല്ല. ഈ നിൽക്കുന്ന ജനങ്ങളാണ് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത്. നമ്മൾ വന്ന് കണ്ടുപോകുന്ന ഭാഗമേൾ ഞാൻ പറഞ്ഞു ചെയ്യുന്നത് നിങ്ങൾക്ക് പറയാം. അപ്പൊ നമ്മൾ ഇവരോട് പറഞ്ഞത് ഒരു 6 മാസത്തെ സമയം തരും, നിങ്ങൾ ഇത് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുക. കാരണം ജനങ്ങൾ തിങ്ങി പാർക്കുന്നതിന് ആൾക്കാർക്ക് രോഗമാണ്, അപ്പുറത്തൊരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്. ഈ ദുരിതം എല്ലാം പറഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത്, മാഡം ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാം. അവർ ഉറപ്പ് തന്നിട്ടുണ്ട്, രാമേന്ദ്രക്കാരൻ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാം, ഞങ്ങൾ സ്ഥലം നോക്കി വെമ്പായി തരുന്നുണ്ട്, കൊണ്ടുപോകാന്ന് പറഞ്ഞു. അതിന് അപ്പോഴും തന്നെ പറഞ്ഞു ഇതിനൊരു സംവിധാനം, ഈ വേസ്റ്റ് 11 മാസം വേസ്റ്റ് വെള്ളം പോടാൻ ഒരു പരിഹാരം കാണുമെന്ന് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് കാണിച്ചത്. ഞങ്ങൾ അത് ഇങ്ങോട്ട് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം മൊത്തം കേൾക്കണം, ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് മാഡം. തൽക്കാലം അതിനൊരു പരിഹാരമായിട്ടുണ്ട്. ഞങ്ങൾ എന്നാലും ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് മുന്നോട്ട് പോകുന്ന വഴിക്കാണ് കഴിഞ്ഞ മാസം വീണ്ടും ഈ ദുരിതം നാറ്റം കൊണ്ട് മഴ പെയ്തപ്പോൾ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാകുന്നത്. അന്ന് ഞാൻ ഇവിടെ വന്ന് ഇവരോട് പറഞ്ഞു ഇത് പ്രശ്നമാണ്, നിങ്ങൾ പെട്ടെന്ന് മാറണം. ഒരാഴ്ചത്തെ സമയം ചോദിച്ചു. എന്തിനാണെന്ന് പറയുമ്പോൾ ഗോഡൌണിലൊന്നും ഞാൻ കളിക്കാനല്ല. ഈ ഫുഡ് ഉണ്ടാക്കുന്ന രാമചന്ദ്രയിലെ സ്റ്റാഫുകൾക്ക് ഉണ്ടാക്കുന്ന ഫുഡ് ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പാടില്ല. സാമ്പാറും ചോറും തോരനൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. അത് പറയുമ്പോൾ എൻ്റെ കൂടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉടനെ മാറ്റാമെന്ന് പറയുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പേ രാത്രി ഒരു കോൾ വരുന്നു. ഇവിടെ ഉണ്ടല്ലോ, പത്തഹൊക്കെ ഉണ്ടല്ലോ, ഒരു കോൾ വരും. ഞാൻ ചോദിച്ചു അവിടെ ആരൊക്കെ ഉണ്ട്? അത് ഇങ്ങനെ ഇന്ന ആൾക്കാരുണ്ട്, നിയാസാവുണ്ട്, നിയാസാവിൻ്റെ നമ്പർ എൻ്റെ ഇല്ല, ഫത്തഹക്കാരുണ്ട്. ഞാൻ വിളിച്ചിട്ട് എന്താണ് അവിടെ വിഷയം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കിടക്കാൻ വേണ്ടി. ശരി, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും. നാളെ ഞാൻ വട്ടെന്ന് പറയുമ്പോൾ ഇവിടെ പൂട്ടിയതോ താക്കോലെടുത്തോണ്ടോ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ നാളെ വന്ന് സംസാരിക്കുന്നത്. ഞാൻ നാളെ ഇവിടെ വരുമ്പോൾ പിറ്റേന്ന് വരുമ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവരോട് സംസാരിച്ച് ഒതുക്കിയതായിരിക്കും. ഇന്ന് രാവിലെ തന്നെ അറിയുന്നത്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു അവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ രാമചന്ദ്രൻ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് മാഡം ഇനി ഫുഡ് ഉണ്ടാക്കത്തില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇവിടെ ഫുഡ് ഉണ്ടാക്കത്തില്ല. ശരി, ഗോഡൗൺ ആയിട്ട് പ്രവർത്തിച്ചിട്ട് കുറേ തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ നാട്ടിൽ കുറേ പെണ്ണുങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് കിച്ചണിൽ. ആ പെണ്ണുങ്ങളുടെ ജോലി പോണത് കൊണ്ടുള്ള വിഷമം കൊണ്ടല്ല, പൂട്ടിയേ പറ്റുള്ളൂ. ജനങ്ങളാണ് എനിക്ക് വലുത്. ഇവിടെ ഈ പരിസരത്ത് ആകെയുള്ള ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് മാറ്റണമെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു, 7 ദിവസം മാറ്റാമെന്ന് പറഞ്ഞു. മിനങ്ങാൻ ഇവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ ഇനി ആ 7 ദിവസം കാത്തിരിക്കാൻ പറ്റില്ല, നിങ്ങൾ അവിടെ ഫുഡ് ഉണ്ടാക്കില്ല. അപ്പോൾ എനിക്ക് തന്ന വാക്കെന്ന് പറഞ്ഞാൽ ഇനി ഫുഡ് ഉണ്ടാക്കിയില്ല. അത് ബേക്കറി ഉൾപ്പെടെ ആ ഫുഡിൽ ഉണ്ടാക്കിയില്ല. ശരി, ഓക്കെ. ഞാൻ അപ്പോൾ അവരോടെല്ലാം പറഞ്ഞു ഇനി ഉണ്ടാക്കില്ല, നിങ്ങൾ ആരും ബഹളം ഉണ്ടാക്കരുത്. അവർ ഗോഡൗൺ പ്രവർത്തിച്ചോടെ നിങ്ങളെ തൊഴിലാളി സജീർ സാവനോട് പറഞ്ഞ് ഇങ്ങനെ തന്നെയാണ്. ഗോഡൗണിൽ ഞങ്ങൾ കൈ വെക്കുന്നില്ല, ഗോഡൗൺ അവിടെ പ്രവർത്തിക്കും. ഗോഡൗണിനാണ് നിങ്ങൾക്ക് ഉപജീവനം, അല്ലാതെ ബേക്കറിയും കിച്ചണും അല്ല. പറഞ്ഞോട്ടെ, നിങ്ങൾക്കല്ല, പറഞ്ഞോട്ടെ. അപ്പം അതിനപ്പുറം ഇപ്പം ഇവിടെ വന്ന് ഇത്രയും വിഷയം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇതിനകത്ത് കയറാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? കിച്ചൺ പൂട്ടാനാണ് ഞാൻ, എനിക്ക് ഗോഡൗൺ പൂട്ടേണ്ട അധികാരം ഇല്ല. എന്നെ ഇപ്പൊ ചാനലുകാർ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിന് മുമ്പ് നടന്ന സംഭവങ്ങളൊന്നും അറിയില്ല, എനിക്കറിയില്ല. ഇവിടെ ഞങ്ങൾ രാവിലെ വിളിച്ച് ജോലിക്കെന്ന് പറഞ്ഞ് ഞങ്ങൾ വരുന്ന സമയത്ത് കുറച്ച് പേരും ക്യാമറാമാനും ഒക്കെ ഉണ്ടായിരുന്നു.
അവരങ്ങ് പോയി. ഇവിടെ ഒന്നും വെച്ച് ക്യാമറ അവർ പരിശോധിച്ചാൽ തന്നെ അറിയാം. ഇവിടെ ഒന്നും വെച്ച് തടയോ ഒന്നും ചെയ്തില്ല. ഞാൻ കണക്കില്ല, അങ്ങ് അകത്ത് പോയി. പിന്നെയും കയറി വരുന്നതോടെ ഞങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അവർ പണി തുടങ്ങി, കിച്ചൺ നിർത്തിയിട്ടുണ്ട്, പണി തുടങ്ങി. പിന്നെ ഇപ്പോൾ ഈ ക്യാമറയൊക്കെ വിളിച്ച് ഷോ കാണിക്കണമെന്ന് എന്നിട്ട് ഗുണ്ടായിസോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗുണ്ടായിസോണെങ്കിൽ നടക്കൂല എന്ന് പറഞ്ഞു. അപ്പോഴാണ് തടയിലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതെ, ഗുണ്ടായിസോ എന്ന് പറഞ്ഞു. ഗുണ്ടായിസോ അല്ല, മാന്യമായി നിനക്ക് എന്ത് പറയാനുണ്ട്? ഗുണ്ടായിസാണ്, ഗുണ്ടായിസ് നിനക്ക് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. നിനക്ക് ഇത് ഗുണ്ടായിസ് തടയാൻ പറ്റൂടാ? മാസങ്ങൾക്ക് മുമ്പേ ഇത് നടത്താവെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞിട്ടാണ് ഈ മെഷീൻ അവർ ഘടിപ്പിച്ചത് ഇവിടെ. എന്നിട്ട് ഇതിന്റെ ഫ്ലോ അങ്ങോട്ടാക്കി, ഫ്രണ്ടിലോട്ടാക്കി. അപ്പം ആൾക്കാർക്ക് റോഡിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്, റോഡ് വഴി നടക്കാൻ പറ്റുന്നില്ല. ഈ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പല ആവർത്തി നമ്മൾ താക്കീത് കൊടുത്തതാണ്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഒരു മാസം മാറിത്തരാമെന്ന് പറഞ്ഞു. മൊത്തം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. വെമ്പായത്ത് എവിടെ സ്ഥലം എടുത്ത് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു സാധനമില്ല, നമുക്ക് പെട്ടെന്നൊന്നും ഗോഡൌൺ ആണ് എന്ന് താങ്കളോട് പറഞ്ഞത് എപ്പോഴാണ്? ഒരാഴ്ചയ്ക്ക് മുമ്പേ ഞങ്ങൾ ഈ വിഷയം ബന്ധപ്പെട്ട് ഞങ്ങൾ നാട്ടുകാരുമായിട്ട് വന്നിട്ട് പറഞ്ഞു ഇനി ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാഡം ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാഫിന് ഫുഡ് ഉണ്ടായിക്കൊണ്ടുവന്ന് നിർത്തുന്നു. ഞങ്ങൾ ഗോഡൌണായിട്ട് ഇത് ഉപയോഗിക്കും. കാരണം ഹോൾസെയിൽ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു, റീറ്റെയിലായിട്ട് ഗോഡൌണിൽ നിന്ന് എടുത്ത് അവിടെ കൊണ്ടുവന്ന് വരുമ്പോൾ ഇവിടെ പാചകം ചെയ്യാം. ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഇതിപ്പോൾ എൻ്റെ ശ്രദ്ധ ഇല്ല, നാട്ടുകാർ ആരും ഒന്നും പറഞ്ഞില്ലായിരുന്നു. മാതൃഭൂമിയിൽ നിന്ന് പ്രദീപ് വിളിച്ചിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് വലിയ ദുരിതമാണ് പ്രദീപ്, ഞങ്ങൾ അവിടെ ഇടപെടുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെയാണ് ഈ വിഷയം നമ്മൾ അറിയുന്നില്ല. ഇപ്പോഴാണ് നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇത് എന്തായാലും നമ്മൾ പൂട്ടുന്നു. ഇനി ഇതിലും അപ്പുറം വേറെ സംസാരമില്ല. അതായത് ഒരുപാട് തവണ താക്കീത് കൊടുത്തതാ ചെയ്യുന്നില്ല. ഹെൽത്തുകാർ 2 നോട്ടീസ് കൊടുത്തത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട് ഇവിടെ. ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്ന് പറയുന്നു. അത് ഹെൽത്തുകാർക്ക് അറിയാം. നമുക്ക് ലൈസൻസ് ഉണ്ടോ നോക്കേണ്ട കാര്യമില്ല. അത് അതോറിറ്റി നോക്കേണ്ട, നഗരസഭ. അത് കൗൺസിലർ എന്ന നിലയിൽ അത് അന്വേഷിക്കാൻ വേണ്ടി പറയില്ല. അല്ല, ഹെൽത്തുകാരടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ലൈസൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കതേ അറിയാം. ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വാങ്ങി നോക്കേണ്ട കാര്യമില്ല. ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കേണ്ട സ്ഥാപനമില്ല. നമുക്ക് ആ സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള പെർമിഷനും ഇല്ല. അത് നഗരസഭയാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത്, നഗരസഭ ഉദ്യോഗസ്ഥർ. ഇപ്പോൾ ഇത് അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശം കൗൺസിലറുടെ ആരുടെ ഭാഗത്തു നിന്നുള്ളതാണ്, അല്ല കൗൺസിലർ സ്വന്തം നിൽക്കും? ജനങ്ങൾ, എൻ്റെ ജനങ്ങളാണ് എനിക്ക് വലുത്. എൻ്റെ ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നു ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് പൂട്ടും. അതാണ് ഒരു താക്കീത് കൊടുത്തത്. ഒരു സ്ഥാപനം ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ പ്രദേശത്ത് കുറേ പേര് ഇവിടെ തൊഴിലെടുക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിമുട്ടും പരിഹരിക്കാൻ മേഡത്തിന് പലതവണ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തി, മേഡം മൈൻഡ് ചെയ്തില്ല എന്നാണ് നാട്ടുകാർ. ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ വരുന്നത്. നമുക്കൊരു സ്ഥാപനം പൂട്ടാൻ കുറച്ച് 3 മാസത്തെ സാവകാശം കൊടുക്കണ്ടേ? നമുക്ക് പെട്ടെന്ന് പൂട്ടാൻ പറ്റില്ലല്ലോ. അവരിത് ഷിഫ്റ്റ് ചെയ്ത് വേറെ എവിടെയെങ്കിലും ഇത് സ്ഥാപിക്കണം. അതിനുള്ള സാവകാശമാണ് നമ്മൾ കൊടുത്തത്. ഇപ്പം നമ്മൾ കൊടുത്ത താക്കീതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ഥാപനം മാറ്റം സാവകാശം എടുത്തു, പക്ഷേ ഇനി ഫുഡ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ദിവസം ഉണ്ടാക്കിയ ഫുഡ് എല്ലാം ഉൾപ്പെടെയാണ് പുറത്താക്കിയത്. ഇനി ഇവിടെ ഫുഡ് സാമ്പാറും ചോറും ഉണ്ടാക്കി ഇവിടെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വിട്ട് ഇതെല്ലാം കൊണ്ട് അവർ പോയത്. ഇനിയിപ്പോൾ ഈ ബാക്കിയുള്ള ഈ സംഭവം എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഞാനത് മണ്ണിട്ട് മൂടിക്കും. മുടിച്ചു കഴിഞ്ഞാൽ പക്ഷെ അവിടെ കിടക്കല്ലേ? അല്ല, അത് മണ്ണ് കുറച്ചേ മൂടിയിട്ടുള്ളൂ. ഇനി മൊത്തം മണ്ണിട്ട് മൂടുമ്പോൾ അത് മാറും. അല്ലെങ്കിൽ അവർ അത് കനിഞ്ഞിറങ്ങല്ലേ താഴേക്ക്? അല്ല, അത് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. സക്കിംഗ് മെഷീൻ കൊണ്ടുവന്ന് വലിച്ചെടുക്കാനുള്ള സംവിധാനം അവരുണ്ടാക്കണം. എന്തായാലും സ്ഥാപനം ഇന്ന് പൂട്ടും. പിന്നെ ബാക്കിയുള്ളത് പിന്നീട് സംസാരിക്കാം.